മറ്റൊരു വാർത്തയിലേക്ക് ഹമാസിന് വീണ്ടും മുന്നറിയിപ്പുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. സമാധാന കരാർ വേഗം നടപ്പിലാക്കണമെന്നും ബന്ദികളെ ഉടൻ മോചിപ്പിക്കണമെന്നും ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ പോസ്റ്റ് ചെയ്തു. അനീന സതീഷുണ്ട് നാഷണൽ ഡെസ്കിൽ നിന്ന് വിശദാംശങ്ങൾ നൽകാൻ. അനീന, സമാധാനം അടുത്തു വരികയാണെന്ന് പ്രതീക്ഷിച്ചിരിക്കുന്ന ഘട്ടമാണ്. എന്താണ് ഇപ്പോൾ ട്രംപ് വീണ്ടും ഇത്തരത്തിലുള്ളൊരു മുന്നറിയിപ്പ് ഹമാസിന് നൽകാനുള്ള കാരണം? അരുണ്യ, അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ 20 ദിന പദ്ധതികൾ ഹമാസ് ഭാഗികമായി അംഗീകരിച്ചു കഴിഞ്ഞിരുന്നു. എന്തായാലും ഇക്കാര്യങ്ങളൊക്കെ വേഗത്തിൽ നടപ്പാക്കണം, അല്ലെങ്കിൽ കരാർ വേഗത്തിൽ നടപ്പാക്കണമെന്നൊരു നിർദ്ദേശമാണ് ഇപ്പോൾ ട്രംപ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ബന്ദികളെ ഉടൻ മോചിപ്പിക്കണം, ഹമാസ് വേഗത്തിൽ നീങ്ങണമെന്നാണ് ട്രംപ് അറിയിക്കുന്നത്. ഇല്ലെങ്കിൽ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്നൊരു കാര്യം കൂടി ട്രംപ് പറഞ്ഞു വെക്കുന്നുണ്ട്. എന്തായാലും ഈ 20 ദിന പദ്ധതികൾ ഭാഗികമായി അംഗീകരിച്ചതോടെ വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് ഈ 2 വർഷമായി തുടരുന്ന യുദ്ധത്തിന് താൽക്കാലികമായെങ്കിലും ഒരു അറുതി ഉണ്ടാകുമെന്നൊരു പ്രതീക്ഷയിൽ തന്നെയാണ് ലോകം മുഴുവൻ ഉള്ളത്. ഈ മുഴുവൻ ഇസ്രായേലി ബന്ദികളെ വിട്ടയക്കാനും ഗാസയുടെ ഭരണം കൈമാറുന്നതിനുമാണ് നേരത്തെ ഹമാസ് സമ്മതം അറിയിച്ചിരുന്നത്. എന്തായാലും മധ്യസ്ഥ ചർച്ചകൾക്ക് തയ്യാറാണെന്ന് കൂടി ഹമാസ് വ്യക്തമായിരുന്നു. മറ്റു ബാധികന്മേൽ കൂടുതൽ ചർച്ച വേണമെന്നൊരു കാര്യം കൂടി ഹമാസ് മുന്നോട്ട് വെച്ചിരുന്നു. ഹമാസിന്റെ തീരുമാനത്തെ ട്രംപ് അടക്കം സ്വാഗതം ചെയ്തു കഴിഞ്ഞിരുന്നു. അടിയന്തരമായി ആക്രമണം അവസാനിപ്പിക്കാനാണ് ഈ ഒരു ഘട്ടത്തിൽ ഇസ്രായേലിനോട് ട്രംപ് നിർദ്ദേശിച്ച കാര്യങ്ങൾ. എന്തായാലും ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഹമാസിന്റെ തീരുമാനത്തെ ഇതിനോടകം അംഗീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. സമാധാനം പുനഃസ്ഥാപിക്കുന്നതിൽ ട്രംപ് നിർണായക പങ്ക് വഹിച്ചതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം അഭിനന്ദനം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. വെടിനിർത്തൽ, ജീവകാരുണ്യം, പുനർനിർമ്മാണം, അധികാര കൈമാറ്റമൊക്കെയാണ് ഭാവി, അതായത് ട്രംപിന്റെ ഈ സമാധാന പദ്ധതിയിൽ ഉണ്ടായിരുന്നത്. എന്തായാലും ഇക്കാര്യങ്ങൾ വേഗത്തിൽ ഈ കാര്യങ്ങളിൽ നടപടി ഉണ്ടാകണമെന്നാണ് ഹമാസിന് ട്രംപ് ഇപ്പോൾ ഒരു മുന്നറിയിപ്പ് വീണ്ടും നൽകിയിരിക്കുന്നത്. അരുണ്യ.